അവിടെ നോക്കി പറ, ക്യാമറ നോക്കി പറ. ഋഷി ഇവിടെ ഇരുന്ന് വ്ളോഗ് ചെയ്ത് പഠിക്കുകയാണേ. ഡാഡി ഒന്നും എന്നെ വിളിക്കണ്ട, എന്നെ അപ്പാന്ന് വിളിച്ചാൽ മതി. വീഴൂല, നമ്മൾ പിടിച്ചിട്ടുണ്ട്. ആ പിന്നെ അല്ല. അപ്പൊ ഇവിടെ തേങ്ങ ഇട്ടോണ്ടിരിക്കുകയാണ്. കറിക്കല്ലേ ഇത്? കറിക്കുമല്ല, തേങ്ങായും. ആ ഹായ് ഗൈസ്, ഞങ്ങൾ കുറേ നാൾക്ക് ശേഷം, ഞങ്ങളല്ല ഇവരിടക്കിടയ്ക്ക് പോകാറുണ്ട്, എന്നാലും ഞാൻ കുറേ നാൾക്ക് ശേഷം കോഴഞ്ചേരി വീട്ടിൽ പോകാൻ പോവാണ്. അപ്പൊ ഇന്ന് ഞങ്ങൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. വി ആർ ഗോയിങ് ടു അവർ കോഴഞ്ചേരി ഹൗസ്. കോഴഞ്ചേരിയിൽ എന്താ ഉള്ളേ? ടോയ്സ് ഉണ്ടോ? അങ്ങനെ ഗീത ഭക്തൻ നടന്നു തുടങ്ങിയിരിക്കുകയാണ്. വീൽ ചെയറിൽ നിന്നും എണീറ്റ് ഇപ്പൊ വോക്കറിലേക്കായി മാറിയിരിക്കുകയാണ്. പതുക്കെ പതുക്കെ നടന്നു തുടങ്ങിയിരിക്കുകയാണ്. അഭിജിത്ത് ഭക്തനുണ്ട്. ഞാനും അഭി ഇപ്പൊ ഒരുമിച്ച് നാട്ടിലുണ്ടാവെന്ന് പറയുന്നത് ഭയങ്കര വലിയ മിറാക്കിൾസ് ഒക്കെയാണ്. കാരണം ബഡേലോക്ക് ഇപ്പൊ ഫുൾ ട്രാവലിംഗ് ആണ്. മിണ്ടരുത് കേട്ടോ, മിണ്ടരുത്. എനിക്ക് മുമ്പ് തരാൻ നിനക്ക്. എന്റെ കൈ കഴിഞ്ഞ ദിവസം പൊള്ളി. ഞാനിവിടെ സ്റ്റീം അയൺ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കൈ കഴിഞ്ഞ ദിവസം പൊള്ളി. അങ്ങനെ കുറച്ച് സംഭവമൊക്കെ ഉണ്ടായി. നീയാണോ വണ്ടി ഓടിക്കാൻ പോകുന്നേ? പക്ഷെ ആലപ്പുഴ വഴി പോണം. ആലപ്പുഴ വഴി പോണം. ആലപ്പുഴ വഴി പോയേ പറ്റുള്ളൂ. എനിക്ക് ആലപ്പുഴ വഴി പോണം. എന്നാ ഞാൻ വണ്ടി ഓടിക്കാം. ഞാൻ ഓടിച്ചോളാം. നീ ഓടിക്കണ്ട, ഞാൻ ഓടിച്ചോളാം. നമ്മ ഇപ്പോഴൊക്കെ ഓഫ് റോഡ് ചെയ്യാൻ പറ്റുന്ന, ഈ വണ്ടിയും കൊണ്ട് ഓഫ് റോഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സ്ഥലം അതാണ്. മനസ്സിലായോ? ഞാൻ ഓടിക്കാം. ഞാൻ ഓടിച്ചോളാം. എന്തുവാ? ആ ചേട്ടാ, വണ്ടി എടുക്കാം. അങ്ങോട്ട് കൊണ്ടുപോയി നമുക്ക് അമ്മേനെ കയറ്റാം. വണ്ടി തിരിച്ചെടുക്ക്. ഋഷി എന്താ പരിപാടി? ഋഷി ഇന്ന് കടുവകളിക്ക് പോകണോ? ഓണമൊക്കെ അല്ലേ വരുന്നത്. പിന്നെ കോഴഞ്ചേരി പോവാണോ? ഇതാണ് സുഹൃത്തുക്കളെ ഋഷിയുടെ കളിസ്ഥലം എന്ന് പറയുന്നത്. ഋഷിയുടെ പ്ലേ ഏരിയ. ഋഷി ഇവിടെ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും 3 നേരം മരുന്ന് കഴിക്കുന്ന പോലെ വന്ന് കളിക്കുന്നതാണ്. അതാണ് ഋഷിയുടെ സ്ഥലങ്ങൾ. ഋഷിക്ക് ഇവിടെ കുറച്ച് കൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ശ്വേതയുടെ ചാനലിൽ കണ്ടിട്ടുണ്ടാവും വീഡിയോസൊക്കെ. ഇവിടെ ഭയങ്കര തകർക്കലാണ്. അയ്യോ, ഞങ്ങൾ പോവാട്ടോ. ഞങ്ങൾ പോവാ കോഴഞ്ചേരിയിൽ. നീ വരുന്നോ? എന്നാ ഇറങ്ങി വാ. എന്നാലും ഞങ്ങൾക്കൊന്ന് കളിക്കണം. എന്നാലേ ഞങ്ങൾ വരുള്ളൂ. കളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വരുള്ളൂ. വേമ്പാ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വേമ്പാ ഇനി റെഡും കൂടെ കയറിയിട്ട് വന്നാ മതി. ശരിക്കും അയ്യ, അമ്മ ഇപ്പൊ വലിയ എക്സ്പേർട്ടായി. ഞാൻ ഓടിക്കാം. ഐ വിൽ ഡ്രൈവ്. നീ എപ്പോഴും ഇവിടെ ഉള്ളതല്ലേ? ഞാൻ നീ തിരിച്ചു വരുമ്പോ നീ ഓടിച്ചോ. തിരിച്ചു വരുമ്പോ നീ ഓടിക്കും. ഞാൻ കുഴപ്പമില്ല. നീ എനിക്ക് അടുത്ത് വീഡിയോ എടുത്ത് തന്നാ മതി. എടാ, അമ്മനെ കയറ്റാൻ സഹായിക്കും. അമ്മനെ കയറ്റാൻ സഹായിക്കും. ഞാൻ ഓടിക്കാളാ. അങ്ങനെ അവൻ എന്നെ ബാക്കിലത്തെ സീറ്റിൽ കയറ്റി. മിസ്റ്റർ അഭിജിത്ത്, എടാ നിനക്ക് തരാടാ ഞാൻ. എന്നെ ഋഷിക്കുട്ടിനെ നീ പുറകിലാക്കിയല്ലടാ. നമുക്ക് വിട്ടിരുന്ന് കളിക്കാം. വണ്ടി പോട്ടെ. ശ്വേത, മറ്റേ ഹോട്ടലും വെൽക്കം ഡ്രിങ്കും ഒക്കെ അവിടെ. ഹോട്ടല് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തരൂ. ഹോട്ടല് വെൽക്കം ഡ്രിങ്ക് ഒക്കെ വേണം. ഏത് വണ്ടി കയറിയാലും പാസഞ്ചറിനെ ഇറക്കി വിടറ. ഇതെല്ലാം മറന്നുപോയി. ഋഷിക്ക് ഹോട്ടല് വേണോ? വെൽക്കം ഡ്രിങ്ക് വേണോ? അതൊക്കെ എവിടാ കിട്ടുന്നേ? കടയിലോ? ഓക്കെ. അപ്പ പറയുന്നില്ല. നീ അല്ലേ ഓണാക്കിയത്? നീ പറ. എങ്ങനെ വ്ളോഗ് ചെയ്യുന്നത്? എന്താ പറ. നമ്മളിപ്പോ എവിടെ പോവാന്ന് പറ. ഹലോ ഗൈസ്, ഞങ്ങൾ ഇപ്പോൾ കോഴഞ്ചേരി പോവാണെന്ന് പറ. അവിടെ നോക്കി പറ, ക്യാമറ നോക്കി പറ. കോഴഞ്ചേരിയിൽ എന്തിനാ പോകുന്നേ? ടോയ്സ് ഉണ്ട്. ഞങ്ങളുടെ പഴയ ടോയ്സ് കോഴഞ്ചേരിയിൽ ഇരിപ്പുണ്ട്. അതെടുത്ത് കളിക്കാനല്ലേ? അങ്ങനെ ഞങ്ങളെല്ലാം എടുത്തോണ്ട് വരുന്നതായിരിക്കും. ഋഷി ഇവിടെ ഇരുന്ന് വ്ളോഗ് ചെയ്ത് പഠിക്കുകയാണേ. ഓക്കെ, ഇനി ഓഫ് ചെയ്താ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ. എന്ത് ദോശയാണ് ഋഷി? നെയ് റോസ്റ്റ് ദോശ. എനിക്കും ശ്വേതയ്ക്കും ഋഷിക്കും നെയ് റോസ്റ്റ്. എനിക്ക് മസാല ദോശ. അപ്പന് വന്നില്ല. അപ്പൊ അതോ ഇഡലി അവർ ഇഡലി പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇഡലി പുഴുങ്ങുമല്ല, വേവിച്ചോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഋഷി നോക്ക്, ഋഷി കഴിക്കുന്നുണ്ടോ? ഗുഡ് ബോയോ. സാമ്പാറൊക്കെ മുക്കി ഡ്രസ്സിലിടരുതേ, ഉടുപ്പിലിടരുത്. കഴിക്കണേ കേട്ടോ. ഉമ്മയൊന്നും വേണ്ട, നീ കഴിച്ചാൽ വിടുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നപ്പോഴത്തേക്കിനും നേരത്തെ ഭക്ഷണം കഴിച്ച് സ്ട്രാറ്റജിക് ആയിട്ട് മൂവ് നടത്തി ഞാൻ പുറത്തിറങ്ങി വണ്ടിയുടെ ഡ്രൈവിംഗ് സെറ്റ് കൈയടക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ ഞാൻ എല്ലാവരും അങ്ങനെ, എല്ലാ വീട്ടിലും അങ്ങനെ. നിങ്ങളുടെ വീട്ടിലും അങ്ങനെ അല്ലേ? ചേട്ടനെ നിങ്ങളുടെ വണ്ടി ഉണ്ടാക്കത്തില്ലേ വണ്ടി ഓടിക്കാനായിട്ട്? ഇവിടെ അത് സ്ഥിരമാണ്.
തീർന്ന് അമ്മ എന്നോട് അപ്പഴേ പറഞ്ഞു സൈറ്റ് അടിച്ച് കാണിച്ചെന്ന്. ഞാൻ ഓർക്കപ്പുറത്ത് തന്ന് ആ മൂഞ്ചേറോടല്ലേ ഓടിച്ചു. ആ സാരമില്ല, ഞാൻ ഓടിച്ചോളാം. എനിക്ക് മൂഞ്ചർ ഓടിക്കാൻ ഇഷ്ടമാ. നീ അപ്പയും കൂടെ പുറകെ ഇരുന്നു കേട്ടോ, രണ്ടുപേരും കൂടെ പുറകെ ഇരുന്ന് കളിച്ചോ കേട്ടോ. ആ ഓക്കെ. രാവിലെ ഐസ്ക്രീം വേണമെന്ന്. അതിന്റെ കൂടെ കുറവേ ഉള്ളു. ഇനി ഐസ്ക്രീം വേണോ ഋഷിക്ക്? വേണോ? എത്ര ഐസ്ക്രീം വേണം? 2? അയ്യോ വാങ്ങിച്ചേർത്തില്ല കേട്ടോ, വാങ്ങിച്ചേർത്തില്ല കേട്ടോ. രാവിലെ ആരും ഐസ്ക്രീം കഴിക്കത്തില്ല അറിയോ. വാർത്താ പ്രേക്ഷകരെ കാണിക്കാം. ഇറ്റ്സ് എ ബിഗ് ബ്രേക്ക്. രഞ്ജിത്ത് രാജിവെച്ചിരിക്കുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു എന്ന വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത്തരം കാര്യങ്ങളിൽ പരാതി വേണ്ടതില്ല എന്നതാണ് പ്രാഥമികമായിട്ടുള്ള നിയമബോധ്യം. ഈ വിഷയത്തിൽ സർക്കാർ നേരത്തെ തന്നെ നിലപാടെടുക്കണമായിരുന്നു. രാജിക്കത്ത് ചോദിച്ചു വാങ്ങണമായിരുന്നു. ഇത് ഏതിലെ പാട്ടാ റഷീദ്? ആണോ? അങ്ങനെ ഞങ്ങള് ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുകയാണ് ഇവിടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡില്. നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് ഹൈവേയുടെ ഒക്കെ പണിയായിരുന്നു, അവിടെ ഒന്നും ബ്ലോക്ക് ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ AC റോഡിൽ വന്നപ്പോഴത്തേക്കിനും അത്യാവശ്യം നല്ല ബ്ലോക്കായി. ഈ AC റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്കിനും നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. പക്ഷെ കുറെ വർഷമായിട്ട് ഇതിന്റെ പണി ഇതുവരെ തീർന്നിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്ക് ഒരു പാലത്തിന്റെ പണി പെൻഡിങ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോ വി ഹാവ് ടു ഗോ സംവെയർ. എവിടെ പോകുന്നറിയോ നമ്മളിപ്പോ? എവിടെയാ? ആണോ? അതിന് മുമ്പ് നമുക്കൊരു സ്ഥലത്ത് കയറണം. അത് ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് പറയാം. ഫുഡ് കഴിക്കണ്ടേ? ഒന്നും കൂടി ചുമ്മാ. ഋഷി ഉറങ്ങിയല്ലോ അല്ലേ? അശു ഇനി എന്താ ചെയ്യാ? നമ്മള് തിരുവല്ല എത്തി. ശ്വേത, നമ്മളിപ്പോ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 6 വർഷമായില്ലേ? 2018 വെള്ളപ്പൊക്കത്തിന്റെ സമയത്തല്ലേ ഒരു മലവെള്ളപ്പാച്ചില് പോലെ ശ്വേത എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അല്ലേ? അല്ലേ? ഞാൻ വെറുതെ ഒരു പ്രാസമല്ലല്ലോ എന്തിനു പറഞ്ഞേ? അതൊന്ന് പരീക്ഷ നോക്കിയതാ. ബോറായി പോയില്ലല്ലോ. അതിനുശേഷം നമുക്ക് നമ്മുടെ ഋഷിക്കുട്ടനെ കിട്ടി. നമ്മള് ഫ്ലാറ്റിലേക്ക് എറണാകുളത്തേക്ക് താമസം മാറി അല്ലേ? ഇതൊക്കെ ശ്വേത എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം മാത്രം സംഭവിച്ച കാര്യങ്ങളാണ് സുഹൃത്തുക്കളെ. അപ്പോ 6 വർഷത്തെ ഇടവേള, ശരിയാണല്ലോ, 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ അടുത്ത വെഡിങ് ആനിവേഴ്സറി ദിനം കടന്നു വരികയാണ്. അപ്പൊ ആ മഹനീയ ദിനത്തിൽ ഞാൻ ഇന്ന് ശ്വേതയ്ക്ക് ഒരു സംഭവം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. കാണുന്ന കട കണ്ടോ? ഇതിവിടെ തിരുവല്ല ഇവിടെ കുറച്ച് നല്ല അടിപൊളി ഡയമണ്ട് കളക്ഷൻസ് ഉണ്ട്. സോ ആർ യു റെഡി? പക്ഷെ ബഡ്ജറ്റ് ഉണ്ട്, ആ ബഡ്ജറ്റിനുള്ളിൽ നിന്ന് വാങ്ങണം. ഓക്കെ ഓക്കെ. Can you tell me what are you planning to buy? ഞാൻ അങ്ങനെ പ്ലാൻ ഒന്നുമില്ല. നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ട്. അപ്പൊ ആ ബഡ്ജറ്റിന് യു ബൈ വാട്ട് എവർ യു ഹാവ്. ഓക്കെ. ഡയമണ്ട് വാങ്ങട്ടെ. ആ ഡയമണ്ട് ആണ് നമ്മൾ നോക്കുന്നത്. കാരണം ഇവിടെ ഇപ്പൊ കുറെ നല്ല ഡയമണ്ട് കളക്ഷൻസ് ഉണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്, ഞാൻ ഡയമണ്ട് നോക്കട്ടെ. അതെ, നീ കുറെ നാളായിട്ട് പറഞ്ഞൊരു കാര്യമാണല്ലോ. ഇതിനകത്ത് ഏതൊക്കെയാണ് ഡയമണ്ട്സ് വരുന്നത് ശരിക്കും? ഈ കാണുന്നത്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കും മെറ്റീരിയൽ? ഓണിക്സ് എന്ന് പറഞ്ഞൊരു സ്റ്റോൺ അല്ലേ? റോസ് ഗോൾഡ് ഫിനിഷിംഗ് വരുന്ന ടൈപ്പ്. അപ്പൊ ഈ ഡയമണ്ടിന്റെ ഇതിന് നമ്പേഴ്സിനനുസരിച്ചാണോ അതിന്റെ കോസ്റ്റ് വരുന്നത്? അതിന്റെ ക്യാരറ്റ് അനുസരിച്ച് അതിന്റെ കോസ്റ്റ് വരുന്നത് ആണല്ലേ? ഓക്കെ. ഓരോന്നിനും ഓരോ കളറും ക്ലാരിറ്റീസ് ഉണ്ടാവും, അതനുസരിച്ചായിരിക്കും അതിന്റെ കോസ്റ്റ് വരുന്നത്. ആണോ? ഇതിപ്പോ ഈ ഒരു ചെയിൻ എന്ത് കോസ്റ്റ് വരും? ടോട്ടൽ സെറ്റ് ആയിട്ട് വരുമ്പോൾ ഒരു ബിലോ 8 lakhs റേഞ്ച് വരുന്നതാണ്. അത്രയും വരുമല്ലേ? നമുക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ല, നമുക്കൊരു 2 lakhs ആണ് നമ്മുടെ ബഡ്ജറ്റ്. അപ്പൊ എന്തായാലും നോക്കുന്നതിന് നഷ്ടമൊന്നുമില്ലല്ലോ. നിന്റെ യൂട്യൂബ് ചാനൽ വളർന്ന് വലുതായി കഴിയുമ്പോഴത്തേക്കിന് യു ക്യാൻ ബൈ ഇറ്റ് യുവർ സെൽഫ്. I will buy. ഇത് ഓരോന്ന് ഇടുന്നതനുസരിച്ചിട്ട് അതിന്റെ കോസ്റ്റും കൂടെ ചോദിച്ചു വെച്ചോ വെറുതെ. ഇത് എത്ര വരും ചേച്ചി? അത്രേ ഉള്ളല്ലേ? ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇത് ഞാനൊരു 8 ലക്ഷം കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്കിത് ഞാൻ പിന്നെ വിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രൈസ് തന്നെ എനിക്ക് തരും, അങ്ങനെയാണോ പറയുന്നത്? ആണോ? അത് എനിക്ക് എവിടെ ആൽക്കാസിന്റെ ഏത് ഷോറൂമിൽ വേണം നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും? ഇൻ കേസ് ക്യാഷ് ആക്കുന്നെങ്കിൽ നമുക്ക് അന്നത്തെ റേറ്റിന് 90% നമുക്ക് കിട്ടും ടോട്ടലായിട്ട്. ക്യാഷ് ആണെങ്കിൽ 90%, അല്ലെങ്കിൽ എനിക്ക് കംപ്ലീറ്റ് വേറെ ഫുൾ എമൗണ്ടിനുള്ളത് വേറെ പർച്ചേസ് ചെയ്യാം, എക്സ്ചേഞ്ച് ചെയ്യാം. അതെ, ഓക്കെ. അതാണ് ബൈ ബാക്ക് അഷുറൻസ്.
പിന്നെ എന്തുണ്ട്, വേറെ എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകളുള്ള? പിന്നെ നമുക്ക് ലൈഫ് ടൈം ഫ്രീ മെയിൻ്റെനൻസ് ഉണ്ട് ഐറ്റംസിന്. മെയിൻ്റെനൻസ്, അതായത് ഇപ്പം എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട്. അതും ഏത് ആൾക്കാസിലും ഏത് ജോയിൽ കാസ്റ്റിലാണ് നമുക്ക് ചെയ്യാൻ പറ്റും, വേൾഡ് വൈഡ്. വേൾഡ് വൈഡ്. ഓക്കെ. ഇതെന്തോ ഒരു ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, അത് 1 year നമുക്ക് ഫ്രീ ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് 1 year നമുക്ക് തെഫ്റ്റിംഗ് സ്മാച്ചിങ് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. 1 year നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. 1 year അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കൊള്ളാം അല്ലേ? അതിന് എത്ര ആയിരിക്കും? 10 രൂപയെങ്കിലും ഉണ്ടാവില്ലേ? ഒരു 10 lakhs റേഞ്ച് വരുന്നോ ആണല്ലേ? നല്ല ഇതിന് ഡയമണ്ട്സ് കൂടുതലുണ്ട്, നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട്, കൊള്ളാം. ഇപ്പൊ നമുക്ക് ഈ സ്വർണം എന്ന് പറയുന്നത് നമുക്ക് ഉരച്ചു നോക്കിയാൽ അറിയാം ഇത് സ്വർണ്ണമാണോ ഇല്ലയോ. ഈ ഡയമണ്ട് എങ്ങനെയാണ്, ലൈക്ക് ഇത് ഒറിജിനൽ ഡയമണ്ട് ആണോ എന്നൊക്കെ അറിയുന്നത് ചെക്ക് ചെയ്യാനായിട്ട് ഒരു മെഷീൻസ് ഉണ്ട്, ഡയമണ്ട്സിന്റെ ഒറിജിനൽ. പിന്നെ ഇതിനെന്തോ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇല്ലേ? IG സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. എന്ന് പറഞ്ഞാല് നമ്മുടെ ഇന്റർനാഷണൽ ജെമോളജിക്കൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഈ ഓരോ ഡയമണ്ടിനും സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അങ്ങനെയാണോ? അതെ, അപ്പൊ നമുക്ക് സർട്ടിഫിക്കറ്റ്സ് തരും. സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാവും. ഓക്കെ. ആ സർട്ടിഫിക്കറ്റ്സ് ഇതുപോലെ ആയിരിക്കും വരുന്നത് ടോട്ടലായിട്ട്. ഓ, ഇങ്ങനെയാണോ? നമുക്ക് അതിൽ ആ നെക്ലസ് ആണെങ്കിൽ നെക്ലസിന്റെ ഫോട്ടോ ഉണ്ടാവും, അതിന്റെ കളർ ഉണ്ടാവും, ക്ലാരിറ്റി ഉണ്ടാവും, ഏതാന്നുള്ളതൊക്കെ ടോട്ടലായിട്ട് ഉണ്ടാവും, അതിന്റെ ഡീറ്റെയിൽസ്. ഇതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് വരുന്നത്. ഓക്കെ. IGI സർട്ടിഫിക്കറ്റ്. IGI അല്ലേ? ഇന്റർനാഷണൽ ജെമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സർട്ടിഫിക്കറ്റ്. ഹാപ്പി ആയില്ലേ? അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള സാധനങ്ങൾ നോക്കിയിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്തോ. എനിക്ക് കഥകളി നോക്കണം. കഥകളിയോ? എനിക്ക് നല്ല ക്യൂട്ട് അല്ലേ? നല്ല ഭംഗിയുണ്ട് ഇത്. നമുക്ക് ഇത് അങ്ങ് എടുത്താലോ? അപ്പൊ നിങ്ങളുടെ ഈ ഒരു ഡയമണ്ട് നമ്മളിപ്പോ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് അതിന് നിങ്ങൾ ബൈ ബാക്ക് അഷുറൻസ്, അതായത് ഈ പർച്ചേസ് ചെയ്ത കോസ്റ്റിന് തന്നെ നിങ്ങൾ തിരിച്ചു വാങ്ങും എന്നാണ് പറയുന്നത്. അത് എവിടെ പോയാലും റേറ്റ് കൊടുത്ത് അത് ഞാനിപ്പോ ഇന്ന് വാങ്ങിച്ച റേറ്റിന് തന്നെ നിങ്ങൾ തിരിച്ചെടുക്കും. അതേപോലെ എന്തെങ്കിലും മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ എനിക്ക് വേൾഡ് വൈഡ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ ഇതാ വാങ്ങുന്നത് കേട്ടോ. ഇത് ഫുൾ സെറ്റ് ആണ്. മോതിരം, കമ്മൽ, ചെയിൻ വിത്ത് ലോക്കറ്റ്. ഓ ശരി, അത് ലോക്കറ്റ് ആണത്. യെസ്. ഓക്കെ. എല്ലാം കൂടിയിട്ടുള്ളൊരു ഇതാണ് ഞാൻ വാങ്ങുന്നത്. യെസ്. അപ്പൊ എടുത്ത സാധനം നമുക്കൊന്നിട്ട്, ഇത് പ്രശ്നം പറഞ്ഞാൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ കാണരുത്, അതാണ് ഇട്ടായിട്ട് അത് മനസ്സിലായി വരുന്നത് അല്ലേ? അതാണ് സംഭവം. മാല, കമ്മല് 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 കമ്മല്. ഓ, ഇത് ഞാത്തില്ലാത്ത കമ്മല്. അത് ശരി, അതൊക്കെ തന്നെ ഇടുവല്ലേ? ഞാത്തില്ലാത്തൊക്കെ ഇടുവല്ലേ? കൊള്ളാം. പിന്നെ മോതിരം. മോതിരം, ഇതാണ് മോതിരം. അത് ഇതിലിരിക്കുന്നത് ഇത് ആക്ച്വലി ഡയമണ്ട് ആണോ ആയിരിക്കുന്നതൊക്കെ? ഡയമണ്ടും റൂബി അല്ലേ? ഡയമണ്ട് റൂബിയും കൂടെയാ. ഇത് ഋഷിക്ക് ബലൂണൊക്കെ വരുന്നുണ്ടല്ലോ. ഋഷിക്ക് ബലൂൺ കിട്ടി, യെല്ലോ ബലൂൺ കിട്ടി ഋഷിക്ക്, യെല്ലോ ബലൂൺ. ഇപ്പൊ സ്വർണം വാങ്ങണമെങ്കിൽ പാൻ കാർഡും ആധാർ കാർഡും എല്ലാ സംഭവങ്ങളും വേണം അല്ലേ? അതാണ് സംഭവങ്ങൾ. KYC ചെയ്തിട്ടൊക്കെയാണ് സ്വർണം വാങ്ങുന്നത്. ഋഷിയുടെ അമ്മ പിടിച്ചാ മതി, മനസ്സിലായില്ലേ? ഹാപ്പി 60th year anniversary. നിന്റെയാ, നീയാ എല്ലാം, മനസ്സിലായോ? 6 കൊല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും സഹിക്കുന്ന എന്റെ ഭാര്യക്ക് നിങ്ങൾ രണ്ടുപേരും വണ്ടിയിൽ പോസ്റ്റ് ആക്കിയതിന് വളരെയധികം സോറി. കുഴപ്പമില്ല, പോവാം. നല്ല കളക്ഷൻ ഉണ്ടല്ലേ ഡയമണ്ടിൽ? അതെ അതെ, നല്ല കളക്ഷൻ ഉണ്ട്. നമ്മളിപ്പോ കുറെ തവണ ആയില്ലേ ഇവിടെ പോകുന്നു. ഇതിനു മുമ്പ് നമ്മൾ ഇവിടെ പോയിട്ട് എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട്. എന്റെ കമ്മല് ഞാൻ മാറ്റിയെടുത്തത്. അത് മാത്രമല്ല, ജോയാലുക്കാസ് തിരുവല്ല തുടങ്ങിയിട്ട് ഇപ്പൊ എനിക്ക് ഒരു 10-15 വർഷത്തോളം ആയിട്ട് അവിടെ ഉണ്ട്. ആ ഒരു ജംഗ്ഷനിൽ തന്നെ നമ്മൾ കുറെ വർഷമായിട്ട് കാണുന്നതല്ലേ, MC റോഡിൽ തന്നെ ആ ഒരു ജംഗ്ഷനിൽ ഇങ്ങനെ കാണുന്നതല്ലേ. അങ്ങനെ നമ്മൾ കോഴഞ്ചേരിക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ ഇവരെപ്പോഴാണ് കഴിഞ്ഞ തവണ കോഴഞ്ചേരി പോയെന്നറിയോ? അമ്മ കാലൊടിക്കാൻ വേണ്ടി പോയതാ കഴിഞ്ഞ തവണ കോഴഞ്ചേരിയില്. കഴിഞ്ഞ തവണ ഒരു 1.5 മാസം മുമ്പ് ഇവര് കോഴഞ്ചേരിയിൽ പോയിട്ട് വീട്ടിൽ ചെന്നിട്ടാണ് അമ്മ കാലൊടിച്ചിട്ട് തിരിച്ചു വരുന്നത്. ഞാനിപ്പോ ആക്ച്വലി കോഴഞ്ചേരി പോയിട്ട് ഏകദേശം ഒരു 3 മാസത്തിന് മേളിലായെന്നാണ്. 2 മാസം, 2 3 മാസത്തോളമായി. സ്വന്തം നാട്ടിലേക്ക് വീണ്ടും ഇടക്കിടക്ക് ഇങ്ങനെ പോകുമ്പോഴത്തേക്കിനും അതൊരു പ്രത്യേക ഫീലാണ് അല്ലേ? ഋഷിക്ക് ഭയങ്കര ഇഷ്ടാ. വണ്ടി കളിക്കടാ പോയിട്ട് കേട്ടോ. എടാ, പാലം പെയിന്റ് അടിച്ചല്ല, നീല പെയിന്റ്. കോഴഞ്ചേരി പാലം പെയിന്റ് അടിച്ച് അപ്പുറത്തതേ പാലത്തിന്റെ പണി. എടാ ഋഷി, നീ വലുതായിട്ടേ നിനക്കൊരു കുഞ്ഞാവുമ്പോഴെങ്കിലും കോഴഞ്ചേരിയിലെ പുതിയ പാലത്തിന്റെ പണി തീരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഋഷി എവിടെ എത്തി? അപ്പായിക്ക് സ്ഥലം പറഞ്ഞു കൊടുത്തേ. ഋഷി, അപ്പായിക്ക് വീട് അറിയത്തില്ല. ഏതാ വീട്? ഇതാണ് നമ്മുടെ വീട്. ഓഹോ, ഓക്കെ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പാർക്ക് ചെയ്യട്ടെ.
അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വല്ലപ്പോഴൊക്കെ വന്നിങ്ങനെ വൃത്തിയാക്കി ഇടുമ്പോഴാണ് ഇതിങ്ങനെ കിടക്കുന്നത്. കാരണം ഇവിടെ നമ്മളിപ്പോൾ താമസമൊന്നുമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള കാട് പിടിച്ച് കിടപ്പ്, പിന്നെ ഈ പറഞ്ഞ പോലെ തെങ്ങിൻ്റെ ഓലയൊക്കെ വീണ് കിടപ്പ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കറിവേപ്പില നിൽപ്പുണ്ട്. കറിവേപ്പില ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വരുമ്പോൾ പറിച്ചുകൊണ്ട് പോകും. പിന്നെ തേങ്ങയൊക്കെ ഉണ്ട്, അതൊക്കെ ഞങ്ങൾ വരുമ്പോൾ ഇടയ്ക്ക് എടുത്തുകൊണ്ട് പോകും. അതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി. ഫുൾ കാട് പിടിച്ചു മൊത്തത്തിൽ. ഓക്കെ, യെസ്. ഉണ്ടോ? എന്താ വിളിച്ചേ? ഡാഡി ഒന്നും എന്നെ വിളിക്കണ്ട, എന്നെ അപ്പാന്ന് വിളിച്ചാൽ മതി. ആ, എവിടെ നിന്ന് വിട്ടു ഇപ്പൊ ഡാഡി? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എങ്ങനെ വിളിക്ക്? ആ പരിഷ്കാരം ഒന്നും വേണ്ട, അപ്പ അമ്മന്ന് വിളിച്ചാൽ മതി കേട്ടോ. ഞങ്ങള് കേട്ടോ. എടാ ഹാരിയർ ഇല്ലടാ, ഹാരിയർ തപ്പ്. അവൻ വന്നപ്പോ മുതൽ ഹാരിയർ ചോദിച്ചോണ്ടിരിക്കുക ഋഷി. നമ്മൾ ഹാരിയർ കൊടുത്തില്ലേ? ഹാരിയർ നമ്മളില്ല നമ്മളിപ്പോ കേട്ടോ. ആ, അമ്മ എവിടാ കഴിഞ്ഞോണം വന്നപ്പോ വീണത്? ആ, ഓർമ്മ പുതുക്കണോ? എടാ ഇപ്പം സ്വയം പര്യാപ്തത കൈവരിച്ചു കേട്ടോ. യെസ്, ഇതാണ് സ്വയം പര്യാപ്തത കൈവരിച്ചിരിക്കുകയാണ്. ഞാൻ സപ്പോർട്ടുണ്ട്, പേടിക്കണ്ട, ഡോണ്ട് വറി. പതുക്കെ കയറിയാ മതി. തെന്നത്തില്ല, വീഴൂല, നമ്മൾ പിടിച്ചിട്ടുണ്ട്. ആ പിന്നെ അല്ല, കയറിയോ. അയ്യോ ഇതെന്താ? വന്ദേ ഭാരതാണോ? ആ, ഇത് ഇവിടെ ഇരിക്കുവായിരുന്നല്ലേ. എവിടെടാ ചിറകൊടിഞ്ഞ വിമാനം? ആണോ? ഋഷി എവിടാ പോകുന്നേ? ഋഷിയുടെ റൂമിലാണോ പോകുന്നേ? ആണോ? ഓ, പതുക്കെ നോക്കി പിടിച്ച് കയറ് കേട്ടോ. ഓക്കെ, നമ്മളിവിടെ ഈ വീട് മെയിൻ്റനൻസ് ഒക്കെ ചെയ്തിട്ട് റെന്റിന് കൊടുക്കാനുള്ള പ്ലാനിലാണ് അല്ലേ ശ്വേത? ഞങ്ങൾ ആദ്യം ഇനിഷ്യലി ഇങ്ങനെ കുറേ എന്ത് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്തിട്ട്, കാരണം ഇതിപ്പം ഇങ്ങനെ റെന്റിന് കൊടുക്കാൻ പറ്റില്ല, കുറച്ച് മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്തിട്ട് റെന്റിന് കൊടുക്കാനുള്ള പ്ലാനാണ്. കാരണം നമ്മുടെ തൊട്ട് പുറകിൽ മുത്തൂറ്റ് ഹോസ്പിറ്റലാണ് അല്ലേ? മുത്തൂറ്റ് ഹോസ്പിറ്റലിൻ്റെ തൊട്ട് പുറകിലാണ് നമ്മുടെ വീടുള്ളത്. പാർക്കിങ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. താഴത്തെ ഫ്ലോർ ഫാമിലിക്കും മുകളിലത്തെ ഫ്ലോർ ബാച്ചിലേഴ്സിനുമാണ് നമ്മൾ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. കാരണം മുകളിൽ കിച്ചൺ ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. വിത്ത് ഫർണിച്ചർ അല്ലേ? വിത്ത് ഫർണിച്ചർ, യെസ്. അതാണ് നമ്മുടെ പരിപാടി. ഋഷിയുടെ റൂം ഏതാ? അതാണോ? അപ്പാടെ സ്റ്റുഡിയോ ഏതാ? ആ യെസ്. ശരിക്കും ഇവിടെ കുഴപ്പമില്ല കേട്ടോ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ കിച്ചൺ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ഇല്ലേ? എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മുടെ സ്റ്റുഡിയോ ആണ് സുഹൃത്തുക്കളെ കാണുന്നത്. സ്റ്റുഡിയോയിൽ നമ്മുടെ ചേതാ, നിനക്ക് ഈ ലൈറ്റ് വേണോ? കൊട ലൈറ്റ്, ഈ ലൈറ്റ് വേണമെങ്കിൽ എടുത്ത് വണ്ടിക്കകത്ത് കേട്ടോ. നമുക്ക് ഷൂട്ടിംഗ് പർപ്പസുകൾക്കായിട്ട് യൂസ് ചെയ്യാം. പിന്നെ അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കും. കസേര എടുക്ക്. വേറെ എന്തെങ്കിലുമൊക്കെ എടുക്കാനുണ്ടെങ്കിൽ എടുത്തോ. ഇതെന്താണെന്നറിയോ ഋഷി നിനക്ക്? ഋഷി ആദ്യമായിട്ട് കളിച്ച പായാണ്. ഋഷി ആദ്യമായിട്ട് കിടന്ന പായാണ്. ഇതറിയോ? ഇതെന്തൊക്കെയാന്ന് വായിച്ച ചെയ്താൽ ഇപ്പൊ ഋഷിക്ക് ഇത് വായിക്കാൻ പറ്റുമല്ലോ. ഇത് വായിച്ച ഇതെന്തൊക്കെയാ? ഇത് ഇങ്ങ് വന്നേ, ഇത് വായിച്ചേ. ഈ ലെറ്റേഴ്സ് ഏതൊക്കെയാന്ന് വായിച്ചേ. ഇത് ഏതാ? ഇത് ഇത് ബി, ഇത് സി. വായിച്ചേ അങ്ങനെ. എ ഫോർ ആപ്പിൾ അല്ല, എ ഫോർ എയർപ്ലെയിൻ ആണ്ടോ? അയ്യോ എനിക്ക് വയ്യ. എ ഫോർ എയർപ്ലെയിൻ ഏതാ? ഇത് എവിടെ നിന്ന് കിട്ടി? അയ്യോ, എൻ്റെ പഴയ സ്റ്റാമ്പ് കളക്ഷൻ നോക്കിക്കേ. ഓരോ രാജ്യങ്ങളുടെ സ്റ്റാമ്പ് കളക്ഷൻ പണ്ടുണ്ടായിരുന്നതാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ ചെയ്ത പരിപാടിയാണ്. ഇന്ത്യ, ഒമാൻ, പിന്നെ എനിക്ക് തരത്തില്ല, പിന്നെ തരാം. അപ്പം അവിടെ വെച്ച് ഇത് കണ്ടില്ലേ പഴയ സ്റ്റാമ്പ്. ഞാൻ പണ്ട് ഒരു വർഷം DPP പഠിച്ചിട്ടുണ്ട് 7ാം ക്ലാസ്സിൽ. ഓർമ്മയുണ്ടോ? അന്ന് DPP സിലബസ് ഒക്കെ വന്നിട്ട് ഒരു വർഷം DPP സിലബസിൽ പഠിച്ചിട്ടുണ്ട് 7ാം ക്ലാസ്സിൽ എങ്ങാണ്ട് എത്തിയ സമയത്ത്. അതോടുകൂടി DPP സർക്കാർ ഉപേക്ഷിച്ചു. ആ സമയത്ത് തുടങ്ങിയതാണ് ഈ സ്റ്റാമ്പും കോയിൻ കളക്ഷനും പരിപാടികളൊക്കെ. കോയിൻ കളക്ഷനും കറൻസി കളക്ഷനും ഞാനിപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതുണ്ട്, ഇത് ഒരണ. ഇത് അപ്പം തന്ന സ്റ്റാമ്പ് എനിക്ക്, ഒരണയുടെ സ്റ്റാമ്പ്. അബി ഇതെടുത്ത് സൂക്ഷിച്ചു വെക്കണോടാ. ഇത് നമുക്ക് കേരള സ്റ്റേറ്റ്. അതെ. പണ്ടത്തെ സംഭവം അബി എടുത്തിട്ട് ഒട്ടിച്ച് വെച്ച്. എടാ ഇത് സൂക്ഷിച്ചു വെക്കണം നമുക്ക് കേട്ടോ. ദിസ് ഈസ് അവർ കളക്ഷൻ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അടിപൊളി. ഇവിടെ അമ്മയുടെ കൂട്ടുകാരൊക്കെ അമ്മേനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അതിനിടയ്ക്ക്.
കൊറേ ആളായിട്ടും കൂടെ വന്നോണ്ടേ ആ. തിരിക്കാൻ ഇവിടെ ഭയങ്കര ഓ എനിക്ക് വയ്യ. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. നമുക്ക് ഇവിടെ പാചകമൊന്നുമില്ലല്ലോ, അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ട് വരാം. അമ്മയുടെ കൂട്ടുകാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അമ്മേനെ കാണാനായിട്ട്. എന്തുവാടാ വഴക്കാളിയാവുന്നു വഴക്കാളി. നമുക്കിനിയിപ്പോ ആര്യസിൽ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. കേടാ എന്റെ കാലം കയറ്റാറാ. സമയം ഉച്ചയ്ക്ക് 3:30 മണിയായി. 3:30 മണിക്ക് വന്നിട്ടാണ് ഇന്നത്തെ ലഞ്ച് കഴിക്കുന്നത്. ലേറ്റ് ലഞ്ചാണ്. ഇവര് ചോറ് പറഞ്ഞിട്ടുണ്ട്, ശ്വേതയും ചോറ് പറഞ്ഞിട്ടുണ്ട്, ഞാനും അബിയൊക്കെ ഞങ്ങൾ മസാല ദോശയും പിന്നെ അതേപോലെ തന്നെ നെയ് റോസ്റ്റ് ഒക്കെ പറഞ്ഞു. ഇന്ന് മിക്കവാറും 3 നേരം ദോശ കഴിക്കുന്ന ലക്ഷണമൊക്കെ ഞാൻ കാണുന്നുണ്ട്. അത് ശരി. അപ്പന് വട വേണമെന്ന് പറഞ്ഞ് എനിക്ക് വന്നിട്ടുണ്ട്. വീടിൻ്റെ പുറകിലെ ഈ സ്റ്റെപ്പിൽ ചവിട്ടിയാണ് അമ്മ കഴിഞ്ഞ തവണ വന്നപ്പോൾ വീണത്. ബാക്കിലൊക്കെ കാട് പിടിച്ചു. അപ്പനെവിടെ? നമുക്ക് തേങ്ങ പറിക്കണ്ട ഋഷി. തേങ്ങ പറിക്കണം, പിന്നെ കറിവേപ്പില എടുക്കണം. ഇവിടെ കറിവേപ്പില ഉണ്ട്. കറിവേപ്പില ഇത് വേണ്ട കറിവേപ്പില. ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലൊക്കെ പറിച്ചുകൊണ്ട് പോകും. അല്ലേ, നല്ല കറിവേപ്പില. എന്താ അത്? കറിവേപ്പില. എന്താണ് കറിവേപ്പില? മുളകിന്റെ തയ്യോ? ഇതെങ്ങനെ ചുമ്മാ ഓടിച്ചാ പോലെ? കേറി പോന്നു. ഇവിടെ വാടാ. എടാ പോടാ, നീ നോക്കടാ. നല്ല കിളന്ത ഇല എടുത്ത് നോക്കി എടുക്കണം. അവൻ അവിടെ നിന്ന് അപ്പുറത്തൊന്നും ഇറങ്ങി വന്നു. പോര് നാണ്ടാന്നു. ഇവിടെ ഉണ്ടായിരുന്നു. ഇതെടുക്കുന്നു. എടുക്ക. നിനക്ക് ഇഷ്ടമുള്ള കിളുന്ത് നീ എടുത്തോ. എന്റെ കൈ എത്താത്തോണ്ടല്ലേ പറഞ്ഞത്. നിനക്ക് കിളുന്തല വേണമെന്നല്ലേ പറഞ്ഞ. നീ എടുത്തോ, കിളുന്തല എടുത്തോ. കിളുന്തല എടുത്തോ. ഒരുത്തൻ ഓടിപ്പോകുന്ന അങ്ങോട്ട്. ഇവിടെ വേണം. ഇത് എവിടെ നിന്നാ? ഈ മുളകൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. മുളക് ഉണ്ടമുളക് ഇതിന്റെ തൈ കൊണ്ട് നട്ടാല് അവിടെ നല്ല ചാടുപടിയെന്ന് പറഞ്ഞുണ്ടാകും. അപ്പൻ ഇവിടെ തേങ്ങ ഇട്ടോണ്ടിരിക്കുകയാണ്. തേങ്ങ ഇടൽ ഇതാണോ താഴെ? ഇതാണോ എല്ലാം താഴെ. അപ്പൊ ഒരു കൊല കരിക്കിട്ടോ, നമുക്ക് കൊണ്ട് കരിക്കിട്ട് പിടിക്കാം. ഒല താഴെ ഇതാണോ അതോ ഇതാണോ? ഏതാ അത് എനിക്കറിയത്തില്ല. അത് നമുക്ക് നോക്കണം. ഇടറാ, വലിക്കടാ. ഇട്. തേങ്ങ പൊറട്ടെ, കരിക്ക് പൊറട്ടെ, തേങ്ങ പൊറട്ടെ, കരിക്ക് പൊറട്ടെ, എല്ലാം പൊറട്ടെ. എല്ലാം ഓരോ പ്ലേറ്റ് വെച്ച് പൊറട്ടെ. ഓ, തേങ്ങ കിട്ടിയിരിക്കുകയാണ്. ഇടി വിളഞ്ഞാണോ നോക്കട്ടെ. അത് കരിക്കാടാ. അല്ല കുലുക്കുന്നുണ്ടോ? നോക്കിയാ കുലുക്കുന്നുണ്ടോന്ന്. കുലുക്കുന്നുണ്ടോ? കരിക്കല്ലേ? ഇത് കരിക്കുമല്ല തേങ്ങായും അല്ല. അടസറാപ്പോളം ഉണ്ടാക്കാം. ഇന്ന പിടിച്ചോ. അടസറാപ്പോളൊക്കെയുള്ള സാധനം. ഈ അടസറാപ്പോളം എന്ന് പറഞ്ഞാലേ നമ്മുടെ എന്തായാലും നമ്മുടെ നീർദോശ ഈ ഇതുപോലത്തെ കരിക്ക് വെച്ചിട്ട് നമുക്ക് നീർദോശ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കരിക്കല്ല, കരിക്കും തേങ്ങ അല്ലാത്ത ഇടയ്ക്കുള്ള മീഡിയം സാധനം വെച്ച് നീർദോശ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ നീർദോശ ഉണ്ടാക്കുന്ന വീഡിയോ ശ്വേതയുടെ ചാനലിൽ ശ്വേത ചെയ്യുന്നതായിരിക്കും അല്ലേ ശ്വേത? യെസ്. ഓ, ഇവിടെ ഗംഭീര തേങ്ങയടിയിലാണല്ലോ. കഴിഞ്ഞില്ലേ? ഇപ്പൊ തീരുവോ? വാ, ആറ്റി പോവാം. വാ, നമ്മളിപ്പോ എവിടെ പോവാ? പമ്പയാറ്റി പോവാ അല്ലേ? പമ്പയാറ്റി പോയി കുളിക്കാം. ശ്വേത കമോൺ, എല്ലാവരും കമോൺ. ഞങ്ങള് സാധാരണ കുളിക്കാൻ വരുന്ന സ്ഥലത്തെത്തി. നമ്മൾ കടവിൽ വന്നപ്പോഴത്തേക്കിനും ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ നിറച്ച് വെള്ളമാണ്. അതായത് വെള്ളം കൂടി നിൽക്കുന്ന സ്ഥലമാണ്. മഴയൊക്കെ ആയിരുന്നല്ലോ, അതുകൊണ്ട് ഇവിടെ മൊത്തം ചെളിയാണ്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇറങ്ങാനുള്ള ഒരു സേഫ്റ്റി അറ്റ്മോസ്ഫിയർ ഇല്ല. ചെണ്ടയൊക്കെ കേൾക്കാമല്ലോ അപ്പുറത്ത്. ചെണ്ട കേൾക്കാം. വെള്ളമൊക്കെ കിടപ്പുണ്ട്. നമുക്ക് സംഭവം കാണാം. കാറ്റിൽ പോകാൻ പറ്റാത്തതിന്റെ വിഷമം തീർക്കാനായിട്ട് നമ്മൾ ഇവിടുന്ന് ഉള്ളിവട വാങ്ങാൻ പോവുകയാണ്. ഉള്ളിവട വാങ്ങിച്ചിരിക്കുക. ആറ്റിൽ ഭയങ്കര വെള്ളവും ചെളിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇറങ്ങണ്ടെന്ന് വിചാരിച്ചു. കാരണം പോയി വാങ്ങിച്ചിട്ടോ ചെല്ലു പോയി വാങ്ങിച്ചിട്ടോ. എനിക്ക് വേണം. എനിക്കൊരു ഉള്ളിവട ഒരു അവിടെ നിന്ന് കഴിക്കണം. നമുക്ക് വാങ്ങിച്ചോണ്ട് പോയി വീട്ടിൽ പോയിട്ട് കഴിക്കാം. അമ്മയ്ക്കും കൊടുക്കണ്ടേ? പിന്നെ അമ്മയ്ക്കും കൊടുക്കണ്ടേ? അമ്മയ്ക്ക് മേടിക്കാം. വാങ്ങിച്ചിട്ടോ പാഴ്സൽ വാങ്ങിച്ചാൽ മതി. ഞങ്ങൾക്ക് ഒരു പ്ലേറ്റ് ഉള്ളിവട, ബ്രെഡ്, ഉണ്ടംപൊരി, മുട്ട, പരിപ്പുവട. ഇത് ചേട്ടാ ഒരു ഉള്ളിവട അമ്മേ. അവനവിടെ പണി തുടങ്ങി ഗൈസ്. അതെ, കൊടുത്തോ. എനിക്കൊരു കട്ടൻ. ഋഷിക്ക് ഇഷ്ടമല്ല സാധനമല്ലേ ഉള്ളിവിട. സ്വന്തം കട പോലെ കേറി നിരങ്ങുവോ എല്ലാരും. ടീ സ്പോട്ടാ ഇത്. ആണോ? രാവിലെ കടന്നൊരു ഇത് തമിഴ്നാട് സ്റ്റൈലുള്ള. ഋഷി നോക്കുക ചേട്ടൻ ചായ അടിക്കുന്നുണ്ട്. എന്താ സംഭവം എന്നുള്ളത്. ചായ കുടിക്കണ്ട, കൊച്ചു പിള്ളേർ ചായ കുടിക്കാൻ പാടില്ല.
കാപ്പിയില്ല, നീ അത് കഴിക്ക്. ഞാനും രാവിലെ വരുമ്പോഴേ ഞങ്ങളുടെ ഫേമസ് ആയിട്ടുള്ള ടീ സ്പോട്ട് ഇവിടെ അണ്ണൻ്റെ ചായക്കട. വൈകിട്ട് 4 മണിക്ക് വന്ന് ഇവിടെ വന്ന് ചായ കുടിക്കും, ബജ്ജി കഴിക്കും. അതിനാണ് അവൻ ഇങ്ങോട്ട് വരുന്നത്, മനസ്സിലായോ? അത് അതിനു വേണ്ടി മാത്രം അവൻ ഇങ്ങോട്ട് വരുന്നത്. ഇനി നമ്മൾ എങ്ങോട്ടാണ് ഭക്തൻ? ഇനി എങ്ങനെ ഇനി വീട്ടിൽ പോവാം. ഒരു കറക്കം കൂടി. അമ്മയ്ക്ക് അപ്പനും അത് കൊണ്ട് കൊടുക്കണ്ടേ? നായരുടെ പമ്പ്, ചെറുകോല നായരുടെ പമ്പ് അല്ലേ പറയും? വാഴക്കുന്നത്തെ നായരുടെ. വാഴക്കുന്നത്ത് നായരുടെ പമ്പ്. നായര അതെ, ഒരു റൗണ്ട് കൂടി അടിച്ചിട്ട് പോവാം. ശ്വേത, അഭിയെ നമുക്ക് ശ്വേതനെ ഇവിടെ ഇറക്കി നിർത്താം. ശ്വേത ഇവിടെ നിന്ന് ഒരു 10 റൗണ്ട് അടിക്കട്ടെ. ഞാൻ കറക്കി തരാം. നീ 10 റൗണ്ടോ 20 റൗണ്ടോ എത്ര റൗണ്ട് വേണേ അടിച്ചോ. ഈ ക്യാമറ നിങ്ങളുടെ തലയിലിരിക്കണോ? കളി അടിച്ചാലും. അപ്പൊ അഭി പറഞ്ഞ ഒരു ഡ്രിങ്ക് സ്പോട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. 2 നാരങ്ങകൾ എടുത്തോ ചേട്ടാ. തണുത്തത്. ചേട്ടന്റെ സ്പെഷ്യൽ ജിഞ്ചർ മധുരം ഇട്ടാണോ കുടിക്കുന്നത്, ഉപ്പിട്ടാണോ കുടിക്കുന്നത്? ഏതിട്ടാലാണ് നല്ല ടേസ്റ്റിൽ കിട്ടുക? ആണല്ലേ? എന്നാ മധുരത്തിൽ എടുത്തോ, 2 എടുത്തോ. ഉപ്പിട്ട് കുടിക്കണം എന്നുണ്ട്, പക്ഷെ അത് നമുക്ക് ട്രൈ ഉണ്ട്. മധുരത്തിൽ തന്നെ എടുത്തോ അല്ലേ? ചേട്ടന് ഷുഗർ ഒന്നും ഇല്ലേ? ചേട്ടൻ ഭയങ്കര ഹെൽത്തി കഴിക്കുന്ന എല്ലാവർക്കും ഒന്നും ഷുഗർ എടുത്തില്ലല്ലോ. ശരിയാണോ? ഇതിപ്പോ പൈനാപ്പിളിന്റെ സത്താണ്. പൈനാപ്പിളും ഇഞ്ചിയും കൂടെ ലഗ്രാമോ കസ്കസ് ഇടും. പഞ്ചസാര ഉപ്പ് ഇടുവോ? രാഹുലിനൊക്കെ നീ ഇവിടെ സ്ഥിരമാണോടാ? അത് ശരി, കുറച്ചിട്ടാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ആണല്ലേ? കൊള്ളാം. ചേട്ടന്റെ പേരെന്താ? പ്രസാദ്. സ്ട്രോ ഒന്നും ഇല്ല. സ്ട്രോ ഉണ്ട്, ഉണ്ടാവും. സ്ട്രോ അടിക്കുന്നുണ്ടോ? എന്താ സംഭവം അറിയോ? ഇത് നന്നായിട്ട് ഇളക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? ഇതെല്ലാം കൂട്ടി യോജിക്കാൻ വേണ്ടിയുള്ള പഞ്ചസാര പൊടിയാണ്. ഇളക്കുന്തോറും രുചി കൂടുന്ന ഒരു സംഭവമാണ് നമ്മുടെ ലൈം ജ്യൂസ് എന്ന് പറയുന്നത്. നാരങ്ങ വെള്ളം ഇളക്കുന്തോറും ഇങ്ങനെ നന്നായിട്ട് ഇളക്കി പതപ്പിച്ച് അത് ശരി. നീ ചുമക്കേ നിനക്ക് അങ്ങനെ തന്നെ വേണം. നീ ചുമക്കേ, നീ എന്റെ അവന് കൊടുക്കില്ല. അക്രമത്തെ കാണിച്ചതാ. അങ്ങനെ വേണം. ഞാൻ കുടിച്ചിട്ടേ ബാക്കി ഇത് തന്നെ കുടിക്കും. ഞങ്ങള് കുടിച്ചിട്ട് പിന്നെ അത് വേണ്ട. കൊള്ളാവോ? നോക്കുന്ന കണ്ടില്ല അടുത്ത അവനും കൊടുക്കേ. ഇത് വേണ്ടെന്ന്. ഇത് കുടിച്ചോ. അതപ്പാടയാ. ഇത് കുടിച്ചോ. ഇത് നിങ്ങൾ തന്നെ കുടിച്ചാ മതി. നമ്മെ അപ്പുറം കൂടെ മാറി കുടിച്ചോളാം. എന്നാ നീ കുടിക്കടാ. ചേട്ടാ ഒരെണ്ണം കൊടുത്തോ. കൊള്ളാം. അതാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഒറ്റ വരിയായിരുന്നു. അത് മിണ്ടാനായിട്ട് ബ്രേക്ക് എടുക്കാൻ പോലും നിങ്ങൾ വില്ലിങ് അല്ല എന്നുള്ളതാണ്. ഇഷ്ടപ്പെട്ടോ? അപ്പൊ കുടിക്കുന്ന ഇഷ്ടപ്പെട്ടില്ലേ? എന്നാ കുടിക്കും. തീർന്നു പോകും. പെട്ടെന്ന് കുടി അല്ല ഇപ്പം പെട്ടെന്ന് തീരും. പെട്ടെന്ന് തീർക്കും. പെട്ടെന്ന് കുടി. പെട്ടെന്ന് കുടി അല്ല തീരും. ഈ 2 സ്ട്രോയും കൂടെ ഒരുമിച്ച് വെച്ച് കുടിച്ചോ. അപ്പൊ പെട്ടെന്ന് കുടിച്ചു കയറക്കാം. കുടിക്കും. പെട്ടെന്ന് കുടി. ആ കസ്കസ് വായിപ്പോയി. അത് ആവശ്യം. ഇത് 2 കൂടെ വായി വെച്ച് കുടിക്കണം. അത് പോട്ടെ. 2 കൂടെ ഒരുമിച്ച് വായി വെച്ച് കുടിച്ചോ. അങ്ങനെ കുടിക്കും. പെട്ടെന്ന് തീരും. അതാകുമ്പോ പെട്ടെന്ന് കുടിച്ചു കയറക്കാം. ഫസ്റ്റ് അടിക്കാം. പെട്ടെന്ന് കുടി. പിന്നെ അല്ല. കുടിച്ചോ. സ്പീഡി. അപ്പൊ ചേട്ടാ സൂപ്പർ ആയിരുന്നു. താങ്ക് യു. കാണാം. ഓക്കെ. വരുന്നോ ഇവിടെ നിൽക്കുന്നോ? എന്നാ ബാ. ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ തന്നെ ചെറിയ ഇതുപോലത്തെ സ്പോട്ടുകളൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഉള്ളിവടയും വണ്ടിക്കകത്ത് കയറിയപ്പോൾ ഉള്ളിവടയുടെ മണം. അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് ഉള്ളിവട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി കയറുമ്പോഴത്തേക്കും നല്ല മണം ഉള്ളിവടയുടെ. മുളക് ബജിയുടെ മുട്ട ബജിയുടെ എന്തിൻ്റെയും ഒക്കെ മണം. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ അഭിജിത്ത് ഭക്തൻ പഠിച്ച കോളേജ്. തുറന്നിട്ടിരിക്കാണല്ലോടാ?
തുറന്നു കിടക്കുക. ആണല്ലേ, തുറന്നു കിടക്കുന്ന വാതായനമാണോ? അതെ അതെ. അത് ശരി. ഈ കോളേജിൽ വന്ന് എത്ര പ്രാവശ്യം ഞാൻ ഇരുന്നിട്ടുണ്ട്. നമ്മുടെ കോഴഞ്ചേരിയിലെ സെന്റ് തോമസ് കോളേജാണ് ഈ കാണുന്നത്. ഇതിനകത്ത് സെൽഫ് ഫിനാൻസിങ് ബ്ലോക്കാണിത്. അഭിജിത്ത് പഠിക്കുന്ന സമയത്ത് അഭിജിത്തിന്റെ ലോക്കൽ ഗാർഡിയൻ ശ്വേതയായിരുന്നു ഞാനായിരുന്നു അല്ലേ? അതെ. പക്ഷെ അഭി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവന്റെ ലോക്കൽ ഗാർഡിയൻ ഞാനായിരുന്നു ടീച്ചേഴ്സ് റൂമിൽ ഒപ്പിടാൻ പോയിക്കൊണ്ടിരുന്നത്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ശ്വേതയാണ് ഒപ്പിടാൻ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അവനായി എന്റെ മോന്റെ ഗാർഡിയൻ. ഇപ്പൊ അവനാണ് ഋഷിയുടെ ഗാർഡിയൻ. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇല്ലെങ്കിൽ അഭിജിത്ത് ഭക്തൻ പോയി വിളിക്കണം ഋഷിന്. അതെ, നമ്മുടെ കോഴഞ്ചേരിയില് എന്റെ അപ്പനൊക്കെ പഠിച്ച കോളേജാട്ടോ ഇത്. അതായത് പണ്ട് പോലെ അപ്പൻ ഇവിടുത്തെ 1971 BSc ഫിസിക്സ് ബാച്ച് ആയിരുന്നു അല്ലടാ. 1971 BSc ഫിസിക്സ് ബാച്ച് ആയിരുന്നു അപ്പൻ. സെന്റ് തോമസ് കോളേജ് കോഴഞ്ചേരി. ഡിഗ്രി ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പ്രീ ഡിഗ്രി ഒക്കെ പണ്ട് ഇവിടെ ആയിരുന്നു. 1953 മുതൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ കോഴഞ്ചേരിയുടെ സ്വന്തം സെന്റ് തോമസ് കോളേജാണ് ഈ കാണുന്നത്. ഞാനിവിടെ പഠിച്ചിട്ടില്ല കേട്ടോ. ഞാനിവിടെ സെന്റ് തോമസ് സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ ഇവിടെ കോളേജിൽ പഠിച്ചിട്ടില്ല. എടുത്തു വെച്ചോ കഴിഞ്ഞല്ലോ. നീ എന്തിനാ വന്നേ? ഞാനൊന്ന് ഞാൻ കോഴഞ്ചേരി വീട് കാണാൻ വന്നാ. ഞാൻ കോഴഞ്ചേരി കാണാൻ വന്നാ. കോഴഞ്ചേരി കാണാൻ വന്നാ. കണ്ട് ഇതൊക്കെ നമുക്ക് നല്ലപോലെ യൂസ് ചെയ്യാം. ഗാർഡനിൽ വെക്കാം. നമ്മുടെ ബാൽക്കണിയില് ഗാർഡനില് ചെടി ഇട്ട് വെക്കാം. മറ്റേ റൗണ്ട് കറങ്ങുന്ന കസേര ഞാൻ കിച്ചണിൽ വെക്കും. അതാണ്ട് ആ സ്റ്റൂള് അത് ഇവിടെ ഈ തേങ്ങ വെച്ചിരിക്കുന്നിടത്ത് വെച്ചാ മതി. ദേഷ്യപ്പെടൽ സാർ, ആര് ചെയ്താലും പൊടി തുടങ്ങാം. യെസ്, അപ്പൊ എല്ലാം നിക്കുന്നു. അടിപൊളി, വെരി ഗുഡ്. ഗിവ് മീ 5. അതാ ഞാൻ പറയാം, ഫോർ യു ഓൺലി, ഫോർ 5. അപ്പൊ രാഹുൽ ടാറ്റ. ഋഷിക്കുട്ടൻ കോഴഞ്ചേരി വന്നു, കളിച്ചു. നമുക്ക് റിവറിൽ കുളിക്കാൻ പറ്റിയില്ല അല്ലേ? നെക്സ്റ്റ് ടൈം വരാമേ. നീ ഉറങ്ങണ്ടേ കുറച്ചു നേരം? ഇന്ന് ഉറങ്ങിയിട്ടില്ലല്ലോ. ഉറങ്ങണ്ടേ? ഉറക്കം വരുന്നില്ലേ? നമുക്ക് ഉറങ്ങണ്ടേ? നമുക്ക് അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിൽ നിന്ന് നമുക്ക് സ്വാമി ചെയ്ത് ഇറങ്ങിയിട്ട് പോകുന്ന വഴിക്ക് ഉറങ്ങാമേ. വേണ്ടോന്ന് ആശാനൊന്നും ഉറങ്ങിയിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ ഇടും പറഞ്ഞ് ഉറങ്ങോട്ടിരുന്നു. അപ്പൊ എല്ലാരും കേറിയല്ലോ? റെഡി? സ്കൂളിൽ നിന്ന് അറ്റൻഡൻസ് എടുക്കുന്നവരാണല്ലോ പറയുന്ന എല്ലാരും വിളി വരുന്നത്. എല്ലാവർക്കും പോവാന്നും പറഞ്ഞിട്ട് വണ്ടി ഓടിക്കാൻ തരാം. നമുക്കിപ്പോ അമ്പലത്തിൽ കേറിയിട്ട് തൊഴുതിട്ട് ഇറങ്ങിയതിന് ശേഷം എറണാകുളം വരെ അഭി ഓടിക്കും, ഞാൻ പുറകെ ഇരിക്കും. ഓക്കെ, ഞങ്ങളുടെ സ്വന്തം ഗ്രാമദേവതാ ക്ഷേത്രമാണ് ഇത്. ഞാനൊക്കെ ഋഷിയുടെ പ്രായം എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമല്ലേ, ഞാനൊക്കെ കളിച്ച് എഴഞ്ഞ് വളർന്ന സ്ഥലമാണിത്. എഴഞ്ഞ് വളർന്ന സ്ഥലം, അതായത് ചെറുകറിയോ, നമ്മളൊക്കെ ഇവിടെയാണ് ഫുൾ കളിയും ബഹളവും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത്. അതെ, ഋഷി ഇങ്ങനെ അധികം ഇവിടെ എൻജോയ് ചെയ്തിട്ടില്ലല്ലോ. ഋഷി ഇങ്ങനെ കളിച്ചു തുടങ്ങിയ പ്രായമായപ്പോഴത്തേക്കും നമ്മൾ എറണാകുളത്തേക്ക് മാറിയില്ലേ. നമ്മൾ നമ്മുടെയൊക്കെ ഒരു ജീവിതം ആരംഭത്തിൽ മുതൽ എല്ലാ സംഭവങ്ങളുമുള്ള നമ്മുടെ സ്വന്തം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. ഹലോ, എന്ത് പരിപാടി? ഒട്ടാണോ? അത് റെഡി ആയിട്ടില്ല, വേറെ തരുവേ. ഞങ്ങൾക്കിവിടെ ചെറിയൊരു രഥമൊക്കെ ഉണ്ട്. ഇത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈ രഥത്തിൻ്റെ ഈ ചക്രങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എടുക്കാനായിട്ട് കോയമ്പത്തൂരിൽ നിന്നൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നത്. പിന്നെ ഈ തടിയുടെ പണിയും കംപ്ലീറ്റൊക്കെ ചെയ്തതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇതിൻ്റെ സംഭവങ്ങൾ ഇവിടെയുള്ള ഞങ്ങൾ കുറേ ആൾക്കാരൊക്കെ ഇതിൻ്റെ പുറകെ കുറേ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ വലിയ വലിയ ആൾക്കാരൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളൊക്കെ പണ്ട് കാലത്ത് കുറേ പരിപാടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ സപ്താഹ മണ്ഡപം. നമ്മുടെ സപ്താഹം നടക്കുന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. കയറി നിരയ്ക്കും. ഇവിടുത്തെ അമ്പലത്തിൽ ഇതുണ്ടല്ലേ, ഭക്ത ഫാമിലി എന്ന് പറഞ്ഞ് കണ്ടില്ലേ, ഭക്ത ഫാമിലി. ഇത് ഞങ്ങളുടെ ഒരു ബ്രഹ്മരക്ഷസാണ്. എനിക്കൊക്കെ ഭയങ്കര ബിലീഫുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഇദ്ദേഹം സാധിച്ചു തരും എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. സോ എപ്പോൾ ഇവിടെ വന്നാലും നമ്മളിവിടെ വരും. ഹലോ ഗായ്സ്, എനിക്ക് ഇച്ചിരി വെള്ളം തരുമോ പ്ലീസ്? ദാഹിക്കുന്നു. പോവല്ലേ നമുക്ക്? ഇനി എവിടെ പോകണ്ട ഋഷിക്ക്? കേട്ടോ അബിയെ, ലുലു മാളിൽ പോണേ. നമുക്ക് പാലാരിവട്ടം പോവാം. പാലാരിവട്ടം പോവാം കേട്ടോ. പോണ്ടല്ലേ? ലുലു മാളിൽ പോയാൽ മതിയോ? അടി ലുലു മാള് മതി കേട്ടോ. അടുത്ത സ്റ്റോപ്പ് ലുലു മാളാണേ കേട്ടോ. ഓക്കെ, അപ്പോ വീണ്ടും ബൈ ബൈ കോഴഞ്ചേരി. സി യു ലേറ്റർ. കോഴഞ്ചേരി ടാറ്റ. ഇവിടെ ടാറ്റ കൊടുക്ക. കോഴഞ്ചേരി ടാറ്റ കൊടുക്ക. പിന്നെ വരാന്ന് പറ കേട്ടോ.
ഞങ്ങളുടെ കോഴഞ്ചേരി ബസ് സ്റ്റാൻഡാണ് സുഹൃത്തുക്കളെ. ഇത് കോഴഞ്ചേരി ബസ് സ്റ്റാൻഡ്. കോഴഞ്ചേരിയിൽ പുതിയ പാലം പണിതുകൊണ്ടിരിക്കുന്നത്, വർഷങ്ങളായിട്ട് പണി നടക്കുന്ന പാലം. അപ്പുറത്ത് കൺവെൻഷൻ നടക്കുന്ന സ്ഥലം. അങ്ങനെ നമ്മൾ എറണാകുളത്തി. ഋഷിയാണെങ്കിൽ വണ്ടി കയറി ഇരുന്ന് ഒരു 1.5 മണിക്കൂർ ഇരുന്ന് സുഖമായിട്ടിരുന്ന് ഉറക്കമായിരുന്നു. ഇപ്പം എണീറ്റിരിക്കുകയാണ്. കഴിഞ്ഞാൽ ഉറക്കുന്നുണ്ടേ. നീ എന്താ ചെയ്യണ്ടേ? അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നോക്കട്ടെ. അങ്ങനെ നമ്മൾ ഇന്നത്തെ കോഴഞ്ചേരി യാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ നമ്മുടെ ഫ്ലാറ്റിലെത്തി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം തിരിച്ച് റൂമിലേക്ക് കൊണ്ടുപോകണം. നമ്മുടെ ട്രോളി ഉണ്ട്, ട്രോളിക്കകത്ത് കയറ്റി വയ്ക്കുക, ഇതെല്ലാം കൂടെ കൊണ്ടുപോവുക. അതാണ് നമ്മുടെ പരിപാടി. ലെറ്റ്സ് ഗോ. രാവിലെ പോയി പൊന്നെ. ഇത് ആക്ച്വലി ശ്വേതയുടെ അപ്പൻ ബഹറിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ്. ഇത് മെയ്ഡ് ഇൻ പാകിസ്ഥാൻ ഐറ്റം ആണ് അല്ലേ? മെയ്ഡ് ഇൻ പാകിസ്ഥാൻ ഐറ്റം. പാകിസ്ഥാനിൽ നിന്ന് ബഹറിനിൽ പോയിട്ട് ബഹറിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നൊരു സാധനമാണ്. ഇത് നമുക്ക് വൃത്തിയാക്കി എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പിന്നെ ഇരിക്കാനൊക്കെ ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ പായ, ഋഷി ആദ്യമായിട്ട് കടന്ന് കളിച്ച അത് നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എനിവേ ഇറ്റ് വാസ് എ ഫൺ ഡേ. എന്താ പറയുക, ഒരു ടയർഡായിപ്പോയി. രാവിലെ പോയത് ഞങ്ങൾ 7:30 ഇറങ്ങിയതാണ്. ഇപ്പോൾ തിരിച്ച് 10-11 മണിയായി നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കിനും. അവർ ഓൾറെഡി മേലിലോട്ട് പോയി. അപ്പോൾ യെസ്, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. സീ യു ഗൈസ് ടുമോറോ. അതുവരേക്കും ബൈ. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എൻ്റെ വിസ കിട്ടി കേട്ടോ, ചൈനീസ് വിസ. പക്ഷേ ഇനി ചൈനീസ് വിസ മാത്രമല്ല, ഒരു വിസയും കൂടെ എടുക്കാനുണ്ട്, ഷെങ്കനും കൂടെ എടുക്കാനുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പോകുള്ളൂ. അപ്പോൾ ബൈ.